ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല മഴ വീണ്ടും തുടങ്ങിയല്ലേ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതുണ്ടല്ലോ, ചൂരമീനാണ്. ഒരു 3 കിലോത്തിന് മേലെയുള്ള ചൂരയാണത്. അത് അവർ തന്നെ വെട്ടി തോലൊക്കെ കളഞ്ഞ് തന്നതാണ്. ഇനി അത് ചെറിയ ചെറിയ കുനുകുനു കഷ്ണങ്ങളാക്കി ഇട്ടെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കുറച്ച് ഉലുവാപ്പൊടിയും ഒരു നുള്ളി വിനാഗിരിയും ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു 1.5 മണിക്കൂർ സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. നല്ലെണ്ണയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത് റെസ്റ്റ് ചെയ്ത് വെച്ച 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതൊന്ന് പൊരിച്ചെടുത്തിട്ട് വരാം. ഈ ഉലുവപ്പൊടി കുഴച്ച് വെക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നല്ല ബലം കിട്ടും കേട്ടോ കഷ്ണങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് ഉള്ളിയും കടുകും പൊട്ടിച്ച്, അതായത് നമ്മൾ മീൻ വറുത്ത് കോരിയെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. പച്ചമുളകൊക്കെ ഒന്ന് പച്ചമണം മാറി വരട്ടെ, അതുവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ലാസ്റ്റായിട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഞാൻ കുറച്ച് കൂടുതൽ ഇടും കേട്ടോ, എനിക്ക് കറിവേപ്പില ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും അച്ചാർ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ചാറൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇതിൽ വരുന്ന ഗ്രേവി തന്നെയാണ് ഞാൻ കൂടുതൽ എടുക്കാറ്. ചാറൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ച മീനും അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിനുശേഷം ഉപ്പും ഇതൊക്കെ നമ്മൾ കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം ഒരു തുള്ളി വിനാഗിരി, പുളി കുറവുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വിനാഗിരിയൊന്നും മീനച്ചാറിലും ബീഫ് അച്ചാറിലൊന്നും ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ വല്ലാതെ പുളിരസം കയറി വരും. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മളെ അച്ചാർ റെഡിയായി. ആവശ്യത്തിന് ഉപ്പും അവസാനമായിട്ട് കുറച്ച് കായപ്പൊടിയും ഒരു നുള്ളി വിനാഗിരി ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ചാനൽ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ് ചെയ്യാൻ മറക്കരുത്.